ക്രമം വരുന്നത്. ഇവിടെ വിജ്ഞാനത്തിനെ കുറിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളും കൂടി എന്താണോ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിജ്ഞാനം യജ്ഞം തനുദേ കർമാണി തനുദേപി ച വിജ്ഞാനം ദേവ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസതേ വിജ്ഞാനം ബ്രഹ്മ ചേദ്വേദാം തസ്മാചേന്ന പ്രമാദ്യതി ശരീരേ പാപ്മനോ ഹിത്വാ സർവാൻ കാമാൻ സമശ്നുത ഇതി തസ്യേഷ ഏവ ശരീര ആത്മാ യപൂർവസ്യ തസ്മാദ്വായേതസ്മാദ് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാനന്ദമയഃ. വിജ്ഞാനമയത്തിനപ്പുറം ആനന്ദമയം ഉണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം നമുക്ക് വിജ്ഞാനമയം അതിനൊരാത്മാവും കൂടിയുണ്ട്. ഈ വിജ്ഞാനമയത്തിലാണ് വിജ്ഞാനം യജ്ഞം തനുദേ എന്ന് പറഞ്ഞു. വിജ്ഞാനമാണ് യജ്ഞത്തിനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞു? കർമാണി തനുദേപിച്ച കർമ്മത്തെയും ഉണ്ടാക്കുന്നത് യജ്ഞമാണ്. അപ്പോൾ ഈ യജ്ഞവും കർമ്മവും എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവോ അതാണ് വിജ്ഞാനമയ കോശം. ഇനി അങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ. നമ്മൾ വിജ്ഞാനമയ കോശത്തിലാണോ എന്ന് അറിയണമെങ്കിൽ യജ്ഞവും കർമ്മങ്ങളും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കണം. യജ്ഞവും കർമ്മവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതാണ് ഇനി അടുത്ത ചോദ്യം വരിക. യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു തരം കർമ്മം തന്നെയല്ലേ? ബാഹ്യമായിട്ട് നോക്കുമ്പോൾ യജ്ഞം എന്ന് പറയുമ്പോൾ ദേവതാപ്രീതിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും കർമ്മം എന്ന് പറയുമ്പോൾ നിത്യജീവിതത്തിലെ കർമ്മങ്ങളും ആ വിധത്തിലാണ് പറയുന്നത്. പക്ഷെ ഇതിനെ നമ്മൾ കുറച്ചും കൂടി ആധ്യാത്മികമായൊരു ദൃഷ്ടിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കർമ്മങ്ങളെ യജ്ഞമാക്കി മാറ്റണം. ഇതാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പോൾ കർമ്മങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അതിന് യജ്ഞമാക്കാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. അവിടെ യജ്ഞവും കർമ്മവും വേറെ വേറെ ആവുന്നുണ്ടെന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് പറഞ്ഞിരിക്കുന്നത് കർമ്മങ്ങളിൽ കർത്തൃത്വം ഇല്ലാതെ വരുമ്പോൾ അത് യജ്ഞമായി, കർത്തൃത്വം ചേർന്നാൽ കർമ്മമായി. കർത്തൃത്വം ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു. കർമ്മങ്ങളിൽ അഹങ്കാരം ചേരുക എന്ന് പറയും. കർമ്മങ്ങളിൽ അഹങ്കാരം ചേർന്നാൽ കർമ്മവും, അഹങ്കാരമില്ലാത്ത കർമ്മങ്ങൾ യജ്ഞവുമാകുന്നു. യജ്ഞം നമ്മളെ മുന്നോട്ട് ആധ്യാത്മികമായ പുരോഗതിയിലേക്ക് നയിക്കും. യജ്ഞകർമ്മങ്ങളാണ് ആധ്യാത്മികമായ പുരോഗതികൾ കൊണ്ടുവരുന്നത്.